ഞാൻ പറയണ കേക്കുങ്ങളെ ഞാൻ നിങ്ങളെ ബസ്സിനെ കുറ്റം പറയല്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ അർജന്റീനക്കാരെല്ലാവർക്കും അറിയാം. എന്താ എല്ലാരും നല്ല കളിക്കാരാണ്. അത് ശരി, അത് ശരിയാ. പക്ഷെ പോർച്ചുഗലുകാരെ അങ്ങനെ ആർക്കും അറിയില്ല. എന്താ എന്താ റൊണാൾഡോ ആണ് ടീമിനെ കളിച്ചോണ്ട്. ഓ എന്താ മെസ്സിനെ പോലെ ടാറ്റു അടിക്കാത്ത നിങ്ങൾക്ക് അറിയോ? ഓനക്ക് ചോര കൊടുക്കാനുള്ളതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് അറിയോ? എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് അറിയോന്ന്? ഇല്ല ഇല്ല ഇല്ല, അതൊക്കെ അറിയില്ല. ഓൻ പഠിച്ച സ്കൂളിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾ സ്പീഡ് ഓർക്കില്ല നീ? അല്ലടാ, ഞാനെ കളിയാക്കാൻ വേണ്ടി സ്പീഡ് കുറച്ചാണേ. എന്നാ ഞാൻ ഓർക്കണ അറിയാ. ഓൻ പഠിച്ച സ്കൂളിൽ നിന്നുണ്ടല്ലോ ഓനെ പുറത്താക്കി. എന്നിട്ട് എത്തണ്ടായി? എന്തുണ്ടായി? ഓനാ സ്കൂളിൽ നിന്നിട്ട് വാങ്ങിയില്ലേ, അതാണ് നമ്മളെ മുത്ത്. നിങ്ങൾ കേക്കുണ്ടാ? എന്നിട്ടുണ്ടല്ല ഓനാ സ്കൂള് വാങ്ങാൻ വേണ്ടി വിമാനം ഇറങ്ങിയപ്പോണ്ടല്ല ആ എയർപോർട്ടിന് ഓന്റെ പേര്. ഇതിപ്പോ കേട്ടാ? അതെ, അന്റെ തള്ളലോണ്ട് വണ്ടി ഓടൂല. ഇതിൽ പെട്രോൾ അടിക്കണം, പെട്രോള്. എന്തായാലും കട പൂട്ടാഞ്ഞാ മതി. ഒന്നര ചെങ്ങായി 60 ഉറുപ്പ്യ എണ്ണ അടിച്ചാൽ ആകെ 2 മിനിറ്റ് മതി. ₹60. എന്താടാ നിങ്ങൾ ആടിന്റെ തല വാണിങ്ങാണ്ട് ഉള്ളു കിട്ടാളി. ഒരു 100 എട്ടായി ഞങ്ങളോട് ഇങ്ങനെ പറയണേ. റൊണാൾഡോന്റെ വേറൊരു കഥ എന്തായാലും കേട്ടിട്ടുണ്ടാവില്ല. ആണോ? നമുക്കൊരു കാര്യം ചെയ്യാം, അത് അവിടെ പോയി ഇരുന്നിട്ട് സംസാരിക്കാം. അതാ നല്ലേ. ഇപ്പൊ ഞാൻ അത് പറഞ്ഞിട്ട് അവിടെ എത്തുമ്പോ വേറെ പറഞ്ഞുതരാ. നീ ഉണ്ടോ? പടച്ചോന, എടാ കട അടച്ചല്ലടാ, ഇനി എന്താ ചെയ്യാ? അറിയില്ല. ഇറങ്ങ. എന്നും ഞാൻ തന്നെ കോളിയാ കളിച്ചാൻ പോതില്ലേ? അടച്ചങ്ങ ഇവിടെ പോയി നിയമം വന്നിട്ട് ചെത്തിട്ട് അവിടെ കളിച്ചു. ഞങ്ങൾ ആരെയും എന്തേലും പറഞ്ഞാ ഇജ്ജ് പതിനായിട്ട് നിൽക്കണം. എനിക്ക് മാത്രം പൂട്ടില്ല. ഇജ്ജിപ്പോ തൽക്കാലം ഗോളിക്ക് ബൂട്ട് കിട്ടിയിട്ട് കയറി കളിച്ചാ. അനക്കിവിടെ ഗോളിയിലും നിൽക്കാം. നാളത്തെ സ്കൂൾ ടീമിൽ തന്നെ ഒരു കൂട്ടിയോ ബൂട്ടില്ലാതെ എൻ്റെ ഒരു കളി നടക്കൂല കുട്ടിയെ. എടാ ഇത് വേണേ എടുത്തോ. ഇതെനി തുന്നാൻ പറ്റുമോ എന്ന് എനിക്കറിയൂല. പക്ഷെ എനിക്ക് ഗോളിക്കാണ്ട് കേറി കളിച്ച ഞാൻ ചെലപ്പോ വാങ്ങും. മല തിരുന്നോട്ടെ. നമുക്ക് പൈസ കിട്ടും. എന്തായാലും വാങ്ങണ്ടാവും. രണ്ടെണ്ണം വിളിച്ചടാ, എടുക്കണില്ല. ഇപ്പൊ വേറെ ഏതെങ്കിലും കട തുറന്നുണ്ടാവോ? ഞായറാഴ്ച ഇപ്പം മാത്രമേ തുറക്കുള്ളൂ. ഈ ഒരു കാര്യം ചെയ്യ്, വണ്ടി കയറ്, വേറെ എവിടെയും നോക്കാം. ഒറ്റ കട തുറന്നിട്ടില്ലടാ. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ പണി കഴിഞ്ഞിട്ട് നേരെ വരാം. ഓക്കെ അല്ലേ?
നിർത്തി. എന്താ ആരാത്? ഹലോ, എൻ്റെ പൊന്ന് നൂറ് തൻ്റെ കോള് കാണാത്തോണ്ടല്ല. ഞാൻ പറഞ്ഞില്ല ചെക്കന് ബൂട്ട് വാങ്ങാൻ പോയ കാര്യം. എന്ത് എനക്കെന്തോന്നെ പറ്ററിയാ? എടി വലിയ അക്കന്മാരപ്പം കളിച്ച് നിൽക്കണല്ലേ. പിന്നെ ഗ്രൗണ്ട് വലുതാക്കിയപ്പോൾ ചെക്കന്മാരൊക്കെ ബൂട്ടിട്ടു. അതാ ഞാൻ പറഞ്ഞത്. മോൻ്റെ അമ്മ ഇവിടുന്നൊക്കെ നുള്ളിപ്പറിക്കൽ 500 രൂപ ഉണ്ടാക്കിയിരുന്നു. ആ ഇപ്പോൾ ഒക്കെ വെജാത്തോണ്ടാ കുട്ടിയെ. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഓളങ്ങനെ കേട്ട് നിൽക്കും. നമ്മളത് കഴിഞ്ഞാൽ ഓളും കുറേ ആൾ പറയും. ഞാനും തന്നെ ഓളതങ്ങനെ കേട്ട് നിൽക്കും. മിണ്ടാനും പറയാനും ആളില്ലാതെ വൈകുന്നേരമാക്കുന്നൊരിടങ്ങേറെ. അല്ല, ആരെ പറഞ്ഞിട്ടും കാര്യമില്ല. ആ കുന്ന് കയറി എൻ്റെ പൊട്ടത്തരം കേൾക്കാൻ ആരാ വരിക? വരാനുള്ള ആളാണെങ്കിൽ വഴിക്കലിറക്കി വിടുക ചെയ്തു. കുന്നാ? ആ പൊടിയും കുന്നാ? ആ കുട്ടിയെ, ആ കുന്നത്തുനിന്ന് ദിവസം ഞാനിറങ്ങും. ഇവൾക്ക് തിന്നാളതൊക്കെ ഓരോരുത്തർ തരും. ഇവളെ പാല് ഞാനും ഓൽക്കും കൊടുക്കും. അല്ലേ, ഓനത്ര മോശക്കാരനൊന്നുമല്ല. ആര്? എൻ്റെ കുട്ടിയെ, ഓനത്ര മോശക്കാരനൊന്നുമല്ല. ഓനക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഈറടിച്ചു. പൈസക്ക് ചിലവുള്ള ഒരു കാര്യം ഓനോട് പറയാഞ്ഞാൽ മതി. ഞായറാഴ്ച ആസ്പത്രി ഉണ്ടാവില്ല എന്ന് ഓനോട് പറഞ്ഞതാ. ഇവളെ ഇറങ്ങേറ് കണ്ടപ്പോൾ ഞാൻ നിർബന്ധിച്ച് കൊടുന്നാണേ. അവിടെ ചെന്നപ്പോൾ ആസ്പത്രി ഇല്ല. ഓന്നെ വഴിക്കിറക്കി വിടുക ചെയ്തു. ഇനിയിപ്പോ ഇതിനൊന്ന് ആസ്പത്രി കാട്ടണമെങ്കിൽ ഓട്ടോറിക്ഷ തന്നെ വേണ്ടേ? അതിനിപ്പോ എവിടുന്ന പൈസ? ആ അടുത്തവനൊരു ബജാടി തെറ്റ്. വല്യമ്മ, ഏ അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങൂട്ടാ. നാളെ എന്തായാലും ഡോക്ടർ ഉണ്ടാവും. നിങ്ങൾ അവളെ വേഗം കൊണ്ടുപോയി കാണിക്കണേ. ആ കാക്ക ഇവിടെ എത്തി. വല്യമ്മ പോട്ടെ. ഇതെന്തത്ര വൈകിയേ? ഇജ്ജ് പൂട്ട് വാങ്ങിയില്ലേ? നീ ഞായറാഴ്ചയല്ലേ കടം തുറന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനും നിസാറും എന്നോട് എത്ര പറഞ്ഞതാ. ഇജ്ജ് ഓനെ കൂടെ വെറുതെ ഇടങ്ങേറാക്കിയില്ലേ? എനിക്കിനി ബൂട്ടൊന്നും വേണ്ട. ഞാൻ അങ്ങോട്ട് അതിനെ പറ്റി പറയൂല്ല. അതെന്തടാ, നാളെ പീടി ഓർക്കുമ്പോ പോയി വാങ്ങിക്കൂടെ? അതൊന്നുമില്ലമ്മ. ഞാൻ എൻ്റെ മുഴുവൻ ശ്രദ്ധയും പഠിപ്പിക്ക് കൊടുക്കാൻ പോവാ. പഠിപ്പും വേണോ, കളിയും വേണോ, എല്ലാം വേണം. ഇന്ന് പാലില്ലേ?
കുന്നത്തെ വല്യുമാൻ്റെ ആടിന് 2 ദിവസമായിട്ട് തീരെ വെജല്ലോ. ഓല് നമ്മളോട് ചോദിച്ച് ബാക്കി എല്ലാവരോടും നടന്ന് പൈസ കടം ചോദിച്ചു എന്നാണ് കേൾക്കണേ. ഞാൻ എനിക്ക് ബൂട്ട് വാങ്ങാൻ വെച്ച 700 റുപ്യയും 200 റുപ്യ എടുത്ത് ആ കുന്ന് കയറി ചെന്നു. അവിടെ എത്തിയപ്പോൾ ഓലയും കാണാനില്ല, ആടിനെയും കാണാനില്ല. ആ ഓൽക്ക് 2 ഓല തന്നെ അല്ലേ ഉള്ളൂ. ആ ആമിനാൻ്റെ മതിലുമേ പാല് വെക്കുന്നല്ലാണ്ട് ഇത്രയും നാളായിട്ട് ഒരു 5 റുപ്യ പോലും അത് നമ്മളോട് ചോദിച്ചിട്ടില്ല. കുറേ നേരം ഞാൻ ആ കുന്നത്ത് നിന്നു. അതിനെ കാണാനായിട്ട് വല്ലാത്തൊരു ഇടങ്ങേറ്. വല്യമ്മ, ഏ? ദാ, ഇതെവിടുന്ന വേണ്ട കുട്ടിയെ? ഇപ്പൊ ഇതിന്റെ ആവശ്യം നിങ്ങൾക്കാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടി, ആവശ്യമുള്ള പച്ചും കിട്ടി. ഞാൻ പോവാണ് കേട്ടോ. ഈ റൊണാൾഡോയ്ക്ക് ഒരു ബൂട്ട് വാങ്ങാൻ വരെ പൈസ ഇല്ലെന്നു. എന്തിന് തിന്നാനും കുടിച്ചാനും വരെ പൈസ ഇല്ലെന്നു. എന്നിട്ടിപ്പോ കേറി വന്നില്ലേ? ഓ എന്നിട്ടിപ്പോ ആരായി?